ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ലോങ് വീഡിയോ ഇൻട്രോ എടുത്തേക്കാന്ന്. പക്ഷേ എൻ്റെ വോയിസ് ഒട്ടും ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ആ കുട്ടിയുടെ അലമ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഉണ്ട് കേട്ടോ. ആ സമയത്തും അവളെൻ്റെ അടുത്തൂടെ തുള്ളിച്ചാടി അടുപ്പുണ്ട്. അവളുടെ വിചാരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. എൻ്റെ പുറത്ത് കയറുക, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചിറ്റി എടുക്കണം എന്ന് പറയാം. ഞാൻ ഈ വീഡിയോയിൽ എന്താണ് സംസാരിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. കുറച്ച് സമയം ഒരു മിനിറ്റോളം വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ അത് ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം. ആ കുട്ടി ഹലോ. അപ്പം നമ്മൾ കട്ടപ്പനേക്കൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ. വേറൊന്നല്ല, നമുക്ക് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കോട് പറഞ്ഞു നമുക്ക് ചിക്കൻ മേടിക്കാം. ഞാൻ കഴിക്കില്ല കേട്ടോ, ഞാൻ മേടിക്കാമെന്നൊക്കെ പറയുന്ന ആളാണെങ്കിലും ഞാൻ കഴിക്കും. അച്ഛൻ അവിടെ കടയിലോട്ട് പോയി ഒന്നുമില്ലായിട്ടില്ല. എനിക്ക് ഇതുങ്ങളെ എടുക്കുന്നതെന്ന് പറക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഇവള് കോഴി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം കാണുന്നില്ല, ഞാൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മേടിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈയിടെയാണ് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ കഴിക്കില്ലാത്തത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കത്തുമില്ലായിരുന്നു. പക്ഷെ മീനൊക്കെ ഞാൻ കഴിക്കില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ മീൻ കഴിക്കില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പേടിയായിരുന്നു, കൊള്ളൂല്ലെങ്കിൽ പിന്നെ ഇവരാരും കഴിക്കില്ല, ഇവർ തന്നെ ചിക്കൻ വെറുത്തൂല്ലേ, അത് വെറുതെ. പക്ഷേ ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് അറിയത്തില്ല. കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഒരു ഇത് മേടിച്ച് ഞാൻ 2-3 വട്ടം കറി വെക്കാനുണ്ട് കേട്ടോ, കഴിക്കാൻ ആരും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ മേടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അപ്പോൾ എന്തായാലും ഞാനാണ് നിർബന്ധിച്ചത് പോയി മേടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. വണ്ടി ഇടാൻ സ്ഥലങ്ങൾ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ആവട്ടെ, ഇങ്ങോട്ട് വാ ചേച്ചി, ഇപ്പോൾ വരും. അച്ചാച്ചൻ എണീറ്റ് പോയി കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ സീറ്റിലോ വണ്ടിക്കകത്തേക്ക് വെള്ളം വീഴുന്നല്ലോ. ഗ്ലാസ് താത്തിയിടാനുള്ള ഭാഗ്യം. ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങിയിട്ടോ, അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഡോസ് കൂടിയ സാധനമാണ്, അതുകൊണ്ട് തീരെ പറ്റത്തില്ല. വാ വന്നു, വാ വായോ അമ്മേ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കിയപ്പോഴും അല്ലെങ്കിൽ കണ്ടതിന് ശേഷവും ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ടാവും തോന്നിയത്. കഴിച്ചു കഴിഞ്ഞിട്ടും നല്ല ചിക്കൻ കറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫീഡ്ബാക്കൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നെ ഇതാക്കാൻ വേണ്ടി പറയണമല്ലോ, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയട്ടോ, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പം നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലാത്തത് കൊണ്ട് എത്രത്തോളം കൊള്ളാമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. അച്ചാച്ചൻ എന്തി എന്നാ പരിപാടി? അച്ചാച്ചൻ കയറി പോയി. കുഞ്ഞു നടക്കും ആണ്ടേ, അപ്പാപ്പം പോയി. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കടയ്ക്കൊന്ന് പോകേണ്ടി വന്നു. കണ്ടു വേറൊന്നല്ല, നമ്മൾ ആദ്യകൂട്ടനെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് എടുത്താണ്. പക്ഷേ അത് ഇച്ചിരി ചെറുതായിപ്പോയി അവനിവിടെ വന്നപ്പോൾ. അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കണം. പിന്നെ 1-2 കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ ഒരു ഓണം സ്പെഷ്യൽ ചെറിയ രീതിക്കുള്ളൊരു ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഓണത്തിൻ്റെ ഒരു തിക്കും തിരക്കും. എപ്പോഴാണെങ്കിലും ഒരു ഉത്രാടത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എപ്പോഴും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കടകളിലൊക്കെ. അപ്പോൾ ഇനി ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുന്നവരും ഓണം സ്പെഷ്യലായിട്ടുള്ള തിരക്കുകൾ
ബഹളങ്ങളൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ച് പോരുവാണ് കേട്ടോ വീട്ടിലോട്ട്. ഇതിനിടയിൽ അവക്കുട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവക്കുട്ടിയുടെ വണ്ടിയൊക്കെ കയറുന്നതിന് മുമ്പ് ചോദിച്ചു അച്ചാച്ചൻ എന്തിയെ, അച്ചാച്ചൻ വരുന്നില്ല വണ്ടി തന്നെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സീറ്റ് ബെൽറ്റ് തിന്നുവാണോ എവിടെ ടാറ്റാ ബൈ ബൈ. ഇനി തന്നെ പൊക്കോളൂല്ലോ കടയിലൊക്കെ. അച്ചാച്ച വേണ്ടല്ലോ, അല്ല അമ്മ വേണ്ടല്ലോ. മതി 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 മതി. അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആ കൊച്ചിന്. കുറച്ചു നേരം ഇരിക്കുവേ. എന്നാ എവിടെ പോയതാ? ഉടുപ്പ് മേടിക്കാൻ പോയതാണോ? തുറക്കരുത്. എന്നാ ഓയ് തുറന്നു നിക്കേ. വിട്, വാ അമ്മയുടെ പൊന്നു വാ. വരുന്നില്ലേ? ശരി അമ്മ പോവാണേ. അടച്ചേക്കട്ടെ ഡോറ്. അവിടെ ഇട്ടില്ല അച്ഛാ, വീഡിയോ എടുക്കാൻ നേരം എനിക്കെടുത്തു. ഇതിപ്പോൾ ചേട്ടായിയൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഏത്തക്ക നമ്മുടെ വീട്ടിൽ അവർ നട്ട് വളർത്തിയതാണ്. അപ്പം ചിപ്സൊക്കെ ഉണ്ടാക്കാൻ, പഠിപ്പിച്ച് കഴിക്കാൻ, വേറെ വിഷാംശങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇനി അതൊക്കെ എടുത്തൊന്ന് വറുത്ത് പൊരിച്ച് ചിപ്സൊക്കെ ആക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ ആവുകുട്ടി ക്ലിപ്പുകളും തുണി കുത്തുന്ന ക്ലിപ്പൊക്കെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ് കേട്ടോ. അവളുടെ ഒരു മെയിൻ പരിപാടി ഇതാണ്. പിന്നെ ഞാനും വിചാരിക്കും ചെയ്തോട്ടെ, എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യാമല്ലോ. കാരണം അവൾ അവിടെയാണെങ്കിൽ സേഫായിട്ട് നിന്നോളും. അപ്പം വൈകുന്നേരം ആയപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇതാക്കി എടുക്കുവാണ് കേട്ടോ. വൃത്തിയായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാം ഒന്ന് മാറ്റി വെച്ചേക്കാം. അധികം നേരത്തേക്കൊന്നും ഉണ്ടാകത്തില്ല, കാരണം അവൾ എന്നാൽ തന്നെ എല്ലാം ഇച്ചിരി കഴിയുമ്പോൾ തന്നെ എല്ലാം മാറ്റും കേട്ടോ. അപ്പം ആ ഒരു പരിപാടി തീർത്തിട്ട് വേണം ഇനി ചിപ്സിൻ്റെ പരിപാടികളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച നമ്മുടെ കരിയാപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ട ഏതോ ഒരു നിർദ്ദിഷ്ട ജീവി അത് കടിച്ച് പറിച്ച് തിന്നിട്ടുണ്ട്. അതിൻ്റെ മണ്ട തന്നെ കളഞ്ഞു കേട്ടോ. വിഷമമുണ്ട്, എന്നാലും പോട്ടെ, സാരമില്ല. എന്നാ വേണ്ടിയേ? ചിപ്സോ? എന്നെ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നേ? അത് വെച്ചിട്ടാണോ ചിപ്സ് ഉണ്ടാക്കുന്നേ? വേണോ? ആ ഉണ്ടാക്കി തരാവേ കേട്ടോ. പൊന്നിനെ ഉണ്ടാക്കി തരാവേ. അയ്യോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ ആവട്ടെ? ഉമ്മ വെക്കണോ? ചിട്ടി വേണോ? ആ ചിട്ടി എടുക്കാമല്ലോ. ചിട്ടി ഫോട്ടോ എടുക്കണേനാണ് ചിട്ടി എടുക്കണമെന്ന് പറയുന്നത്. കൊച്ചിന് എന്നാ വേണമെന്ന് പറഞ്ഞു? ചിപ്സോ? എന്നാ അപ്പാപ്പോ? അച്ചാച്ചൻ തിന്നുന്ന അപ്പാപ്പ വേണോ വേണ്ടിയേ? എല്ലാരും എന്നെ എടുക്കുമെന്ന് ചോദിച്ചേ. ആ ചേച്ചിമാരോട് ഇച്ചിരി അപ്പാപ്പൻ തരാമോന്ന് ചോദിച്ചേ. വേണ്ടേ? മുമ്പേ ആരാ വന്നേ? ചേട്ടനോ? ചേട്ടനാണോ വന്നേ? മുമ്പ് താഴെ വന്നേ ആന്റി വന്നു. പിന്നെ ആരാ വന്നേ? അച്ചാച്ചനാണോ വന്നേ? ഇച്ചാനല്ലേ വന്നേ? പിന്നെ ആരാ വന്നേ? ആണ്. ரொம்ப നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇച്ചാല, ആന്റി, അന്നമ്മ വന്നു. കൊച്ചിന് എന്നെ തന്നേ? അപ്പാപ്പൻ തന്നു. ആ ഐ ലവ് യു ഒന്ന് കാണിച്ചേ. അവിയു മറ്റേ ഐ ലവ് യു കാണിച്ചേ. ഓ അവിയു. ആ ഐ ലവ് യു. കൊച്ചിന്റെ സിഗ്നേച്ചർ ഐ ലവ് യു അതാണ് കേട്ടോ. പിന്നെ എന്നാ പറയണ്ടേ? ആ കാക്ക എന്ന് പഠിക്കേ. പീപ്പിസ ആ കൊച്ചിന്റെ വണ്ടിയാണേ. ആ കാക്ക എന്ന് പഠിക്കേ. കഴിഞ്ഞോ? ദൈവമേ, 5-6 വരിയുള്ള പാട്ടായിരുന്നു. കുറച്ച് വീഡിയോ എടുത്തിട്ട് അവളുടെ പാട്ടിന് പോയി അല്ലേ? മിന്നി എന്ന് പഠിക്ക. ഉണ്ണി വാവാവോ ഒന്ന് പാടാവോ?
കഴിഞ്ഞു കേട്ടോ, വേറെ മൂഡിലാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അവിടെ എവിടെയൊക്കെ പോയ കുറച്ച് വീഡിയോകളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഓണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ തൊട്ട് ഓരോരോ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പുച്ചി? ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് കാണിച്ചേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ. ടാറ്റ കൊടുത്തേ. ഓക്കെ.